അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ വീട് താമസമൊക്കെ മാറ്റിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ പുതിയ വീടൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ടിട്ടുണ്ടായി, അതൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ടൈപ്പിംഗ് സെൻ്റർ ആണ് ആ കാണുന്നത് ഉണ്ടാ. അവിടുന്ന് ഞാൻ ഈ ഇടവഴിയിൽ കൂടെ വരണം, ഒരു മരുഭൂമി പോലുള്ള സ്ഥലമാണ്. അതിൽ കൂടെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് കേട്ടോ. ഈ മേലെ ലൈറ്റായിട്ട് കാണുന്നതാണ് ഞങ്ങളുടെ റൂം, മേലെ ഉള്ളത്. അങ്ങനെ അതാ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഗേറ്റ് തുറന്ന് നമ്മളെ ചെടിച്ചട്ടിയൊക്കെ നമ്മളെ പിന്നാലെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കയറാനുള്ള, അപ്പോൾ ഇതിലൂടെ കയറിയിട്ട് ഞങ്ങൾ മേലേക്ക് വരണം. അവിടുത്തെ പോലെ 72 സ്റ്റെപ്പൊന്നുമില്ല, ഇവിടെ വേഗം 18 സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. 9 9 അങ്ങനെ 18 സ്റ്റെപ്പാണ് ഇവിടെ. 18ാം പടി കയറണം എന്നറിയില്ല, അതുപോലെ 18 പടി. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ അറബികളുടെ സ്റ്റൈലിൽ ഇവിടെ കയറി വരുന്നത് തന്നെ അടുക്കളയിലേക്കായിരിക്കും. അപ്പോൾ അടുക്കളയാണ് ഈ കാണുന്നത് കേട്ടോ. കിച്ചണിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇത് നമ്മളെ കിച്ചനാണ് കേട്ടോ. ഷെയറിങ് ഒന്നുമില്ല കിച്ചണിൽ. നല്ല സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ്. കബോർഡുണ്ട്, അതുപോലെ ഉപയോഗിക്കാത്ത വാഷ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇത് ഇവിടെയുള്ള ഒരു കണ്ണാടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ കബോർഡിൽ നമ്മൾ സാധനങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുള്ളതാണ്. കണ്ടില്ലേ, സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നോക്കാം. നമ്മളെ കിച്ചനും അപ്പോൾ നല്ല സൗകര്യമുള്ള കിച്ചൻ തന്നെയാണ്. അങ്ങനെ അത് നമ്മുടെ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുക്കിങ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ചപ്പാത്തിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ മെസ്സിലെ കുട്ടികൾക്കൊക്കെ ആയിട്ട്. അങ്ങനെ തൊട്ടടുത്ത് തന്നെ ബാത്റൂമുണ്ട്. ഇതാണ് ബാത്റൂമും നല്ല സൗകര്യമൊക്കെ ഉണ്ട്. 2 വാഷ് മെഷീനൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. അങ്ങനെ നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെ. അങ്ങനെ ബാത്റൂമിൽ നിന്നും നേരെ പോകുന്നത് നമ്മളെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂമും കുഴപ്പമൊന്നുമില്ല, അവിടുത്തേക്കാളൊക്കെ നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ്. ഇവിടെ വീതി പോലെ ഇട്ടിട്ടുള്ളത്. അപ്പുറത്ത് മോനക്കും കൂടിയിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രക്ക് തന്നെ സ്ഥലം അപ്പുറം ഉണ്ട്. അപ്പോൾ നല്ല സൗകര്യമൊക്കെ ഉള്ള റൂം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ വായു സഞ്ചാരത്തിനായിട്ട് ജനലുകളുണ്ട്, സാധനങ്ങളൊക്കെ അടക്കി വെക്കാനുള്ള കബോർഡുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. AC പിന്നെ നമ്മൾ തന്നെ വാങ്ങിച്ചതാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ജനൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാ ടൈപ്പിംഗ് സെൻ്ററാണ് ഈ കാണുന്നത്. റൂമിനുള്ളിൽ നോക്കിയാൽ തന്നെ നമ്മുടെ ടൈപ്പിംഗ് സെൻ്ററിനെ കാണാം. അപ്പോൾ ഈ നല്ല ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് കറക്റ്റായിട്ട് അങ്ങോട്ട് കാണാത്തത്, മിന്നി ആയിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ രാത്രിയിലായതുകൊണ്ട്, പകൽ ഇൻഷാ അല്ലാഹ് പിന്നെ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇട്ട് തരാം. ഇതൊക്കെ നമ്മുടെ താഴത്തെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഇരുട്ട് പിടിച്ച താഴെയുള്ള ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. ഇത് പിന്നെ നമ്മുടെ റൂമിൻ്റെ ഭാഗം തന്നെ. ഇത് നമ്മുടെ കബോർഡ്, അതേപോലെ തന്നെ നമ്മുടെ വെള്ളം എടുക്കാനുള്ള പാത്രം, നമ്മുടെ ഫ്രിഡ്ജ്. അങ്ങനെ റൂമിനുള്ളിൽ തന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ 8:30 ആയിട്ടാണ്, രാത്രി 8:30. ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് ചായ കുടിക്കാൻ വെച്ചിട്ട് വന്ന സമയമാണ്. അപ്പോൾ ഫുഡായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചെക്കന്മാർക്കും കൂടെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഫുഡ് ആയിക്കൊണ്ടിരിക്കണമല്ലോ. ഇത് നമ്മുടെ ഫ്രിഡ്ജാണിത്. ഫ്രിഡ്ജുമ്പോൾ തന്നെ എഴുതിയിട്ടുള്ള യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക എന്നുള്ള ദുആക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ദിവസേന അത് മറന്നു പോവാതിരിക്കാൻ, എപ്പോഴും കാണുമ്പോൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാനിങ്ങനെ അതിലെഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ പുറം ഭാഗം, ഇപ്പം ഞാൻ കയറി വന്ന ഭാഗമാണ് അതിലാണ് ഞാൻ വന്നത്. ആ മരുഭൂമി പോലെയുള്ള ഭാഗം എന്നറിഞ്ഞില്ല, ഇരുട്ട് പിടിച്ച ഭാഗം, അതിലാണ് ഞാൻ വന്നത്. അവിടുന്ന് ഫ്ലാറ്റൊക്കെയാണ് കാണുന്നത്. ആ ഭാഗത്തുള്ള ഫ്ലാറ്റും മറ്റുള്ളതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കോണിനെ കാണുന്നത് കേട്ടോ. ഇത്രക്ക് തന്നെ ഉള്ളോ പടി, 18 പടി തന്നെ ഉള്ളൂ. 9 പടി വന്ന് ഇവിടെ ഇറങ്ങി കയറി. പിന്നെ ഇത് മേലേക്ക് കയറാനുള്ളതാണ്. നമുക്ക് ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഉണക്കാനായിട്ട് ഇടാൻ. ഇത് നമുക്ക് താഴത്തേക്ക് പോരാനുള്ള വഴി ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ.
ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് അങ്ങോട്ട് വരാം, ആ ഡോറ് തുറക്കുക, പുറത്തേക്ക് പോകാം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.